ഇന്ന് നമ്മൾ പെട്ടെന്ന് കേരളപ്പിറവി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും കൂടിയാലോചിച്ചിട്ട് പെട്ടെന്നൊരു ക്വിസ് പ്രോഗ്രാം നമ്മൾ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്വിസ് പ്രോഗ്രാമിൽ നമുക്ക് ഒരു 6 ടീമായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ടീമിനെ നമ്മളിങ്ങനെ തിരഞ്ഞെടുത്തതല്ല, ലോട്ട് എടുത്തിട്ട് സ്വയം തിരഞ്ഞെടുത്ത ടീമുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നറുക്കെടുപ്പിലൂടെ വന്ന ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ടീമുകൾക്കെല്ലാം നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഴയകാല സ്വരൂപങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പരിചയപ്പെടാം ടീം തരൂർ. ഫാരിസ് സാറും ഇസ്മായിൽ സാറുമാണ് ടീം തരൂരിനെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത്. രണ്ടാമതായി നമുക്ക് ടീം ഇളയിടത്ത് സ്വരൂപം. ഇളയിടത്ത് സ്വരൂപത്തിലേക്ക് കാവ്യ മിസ്സും പ്രമോദ് സാറുമാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. മൂന്നാമത്തേത് പെരുമ്പടപ്പ് സ്വരൂപം. ആനന്ദ് സാറും ശരത് സാറുമാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ പ്രതിനിധീകരിക്കുന്നത്. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപത്തെ പ്രതിനിധീകരിക്കുന്നത് ശ്രുതി മിസ്സും ഫസ്ന മിസ്സുമാണ്. അടുത്തായി നമുക്ക് കോലസ്വരൂപം. കോലസ്വരൂപത്തെ പ്രതിനിധീകരിക്കുന്നത് സജി മിസ്സും ജംഷീന മിസ്സുമാണ്. അവസാനമായി 6ാമത്തെ ടീം എന്ന് പറയുന്നത് നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് സ്വരൂപത്തെ പ്രതിനിധീകരിക്കുന്നത് എബിൻ സാറും സ്വാതി മിസ്സുമാണ്. സോ എല്ലാവരെയും നമുക്ക് ഈ ഒരു ക്വിസ് പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സോ നമ്മുടെ ക്വിസ് പ്രോഗ്രാമിന്റെ ആദ്യ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കണ്ടറിയാം എന്ന് പറയുന്ന റൗണ്ടാണ്. അതായത് നമ്മൾ സ്ക്രീനിൽ ഒരു വ്യക്തിയെ നിങ്ങളിൽ കാണിക്കും. ആ വ്യക്തി ആരാണ് എന്നുള്ളത് ആ ടീമാണ് എന്ത് ചെയ്യേണ്ടത്, ഐഡന്റിഫൈ ചെയ്ത് പറയേണ്ടത്. ഈ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കുമാരനാശാൻ, വെരി കറക്റ്റ്, കൺഗ്രാജുലേഷൻ. വാഗമൺ. തയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941. സ്കോർ ബോർഡിൽ തരൂർ സ്വരൂപം 20 പോയിന്റ്, ഇളയിടത്ത് സ്വരൂപം 60 പോയിന്റ് നേടിയിരിക്കുന്നു. പെരുമ്പടപ്പ് സ്വരൂപം 10 പോയിന്റ് നേടിയിരിക്കുന്നു. തൃപ്പാപ്പൂർ സ്വരൂപവും 60 പോയിന്റ് നേടിയിരിക്കുന്നു. കോലസ്വരൂപം 45 പോയിന്റ്, നെടിയിരുപ്പ് സ്വരൂപം 35 പോയിന്റ്. ഇവിടെ നമുക്ക് സ്കോർ ബോർഡ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇളയിടത്ത് സ്വരൂപവും തൃപ്പാപ്പൂർ സ്വരൂപവും 1ഉം 2ഉം സ്ഥാനത്തിന് വേണ്ടി വീണ്ടും മത്സരം ആവശ്യമാണ്. ഇളയിടത്ത് സ്വരൂപം 70 പോയിന്റോടുകൂടെ വിജയിയായി പ്രഖ്യാപിച്ചു. സോ വാശിയേറിയ പോരാട്ടമായിരുന്നു ഇളയിടത്ത് സ്വരൂപവും തൃപ്പാപ്പൂർ സ്വരൂപവും തമ്മിൽ. അവസാനം നമ്മൾ ഒരു ടൈ ബ്രേക്കറിൽ ഒരു വിജയിയെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു വാശി കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും അവസാനം 1ാം സ്ഥാനത്തേക്ക് രണ്ടുപേരും കട്ടയ്ക്ക് തന്നെ നിന്നു. നമ്മൾ വിജയിയായിട്ട് ഇളയിടത്ത് സ്വരൂപത്തിനെ പ്രതിനിധീകരിച്ച് കാവ്യ മിസ്സും പ്രമോദ് സാറുമാണ്. നമുക്കൊരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം.